ഇന്ത്യൻ അതിർത്തിക്കരികെ ഡ്രോൺ ഫാക്ടറിയുമായി ചൈന. ബംഗാൾ ഉൾക്കടലിൽ സാന്നിധ്യമുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബംഗ്ലാദേശിൽ ഡ്രോൺ ഫാക്ടറി തുടങ്ങാൻ കരാറിലെത്തി ചൈന. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരുമായാണ് ചിറ്റഗോങ്ങിലെ മിർസരായിൽ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ ചൈന ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തിനടുത്ത സ്ഥലമെന്ന നിലയിൽ ഇത് ഇന്ത്യക്ക് അതിനിർണായകമായ ഭൂഭാഗം കൂടിയാണ്. ബംഗാൾ ഉൾക്കടലിലേക്കുള്ള ബംഗ്ലാദേശിന്റെ പ്രധാന വഴിയും ഇതുതന്നെ. തന്ത്രപ്രധാനമായ സ്ഥലമായതിനാൽ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഇവിടേക്ക് ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. ചൈനയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പുവെച്ച കരാറിൽ ബംഗ്ലാദേശ് വ്യോമസേനയും ചൈനീസ് ഇലക്ട്രോണിക്സ് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷൻ ഇന്റർനാഷണലുമായാണ് ഒപ്പിട്ടിരിക്കുന്നത്. ചൈനീസ് സർക്കാരിന്റെ കീഴിലുള്ള പ്രതിരോധ കമ്പനിയാണ് CETC വിംഗ് ലോങ് 2 സീരീസിൽ വരുന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്ട് ഡ്രോണുകളാകും ഇവിടെ നിർമ്മിക്കുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കൻ നിർമ്മിത MQ-9 റീപ്പറിന് പകരമെന്നോണമാണ് ഈ ഡ്രോണുകൾ ചൈന നിർമ്മിക്കുന്നത്. ഇതിനു പുറമെ കാർഷിക ഗവേഷണ ആവശ്യങ്ങൾക്കും ദുരന്ത നിവാരണ മേഖലകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളും ചിറ്റഗോങ്ങിലെ പ്ലാന്റിൽ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. മിർസറായിലെ 850 ഏക്കർ ഭൂമിയിലാണ് ഡ്രോൺ നിർമ്മാണ പ്ലാന്റ് ചൈന സ്ഥാപിക്കുന്നത്. ചിറ്റഗോങ്ങിലും ബാഗർഘട്ടിലുമായി പ്രത്യേക സാമ്പത്തിക മേഖല നടപ്പിലാക്കാൻ ഇന്ത്യ കണ്ടെത്തിയ സ്ഥലവും ഇക്കൂട്ടത്തിൽ പെടുന്നു. എന്നാൽ യൂനൂസ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമില്ലെന്ന കാരണത്താൽ പദ്ധതി റദ്ദാക്കിയിരുന്നു. 2015 ഇന്ത്യയും ബംഗ്ലാദേശും സെസിനായി ധാരണാപത്രം ഒപ്പിട്ടത്. മിർസറായിലെ 900 ഏക്കറും മോംഗ്ലയിലെ 110 ഏക്കറുമായിരുന്നു ഇതിനായി നിശ്ചയിച്ച സ്ഥലം. എന്നാൽ 2025 ജൂണിൽ ഇതിന്റെ കാലാവധി കഴിഞ്ഞുവെന്നും അതിനാൽ റദ്ദാക്കുമെന്നുമായിരുന്നു ബംഗ്ലാദേശ് സർക്കാരിന്റെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കാന ന്യൂസ്.